ഹായ് ഫ്രണ്ട്സ്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ ഒരു പീകോക്കിനെ ഞാൻ ഉണ്ടാക്കിയത് കാർഡ്ബോർഡ്, ഗ്ലിറ്റർ ഷീറ്റ് എന്നിവ വെച്ചിട്ടാണ്. ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള റീസൺ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കാർഡ്ബോർഡാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാർഡ്ബോർഡാണിത്. ഇതുപോലത്തെ 4 പീസസാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൽ പെൻസിൽ കൊണ്ട് വരച്ച് അത് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. 2 ചിറകും അതുപോലെ അതിൻ്റെ നെക്ക് പീസുമാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ഒട്ടിക്കണം കേട്ടോ. ഞാനിത് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാത്തത് വേറെ ഒന്നുമല്ല, ഒരുപാട് ലെങ്ത് ആയിപ്പോൾ ഞാനിത് 2 ചിറകും ഒരു നെക്കുമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. നെക്കിൻ്റെ ഒരു വശം മാത്രം നമുക്ക് മതി. അതിന് ശേഷം ഇതൊന്ന് സ്റ്റാപ്ലർ ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അതായത് ആ 2 ചിറകിൻ്റെ ഇടയിലും നെക്കിൻ്റെ പോർഷൻ ചെറുതായിട്ടൊന്ന് കടത്തി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് എന്താ പറയുക സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക കേട്ടോ. സ്റ്റാപ്ലർ വലിയതാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ചെറിയ സ്റ്റാപ്ലറാണ്, അതുകൊണ്ട് ഞാനിതാ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2 സൈഡും നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വലിയ സൈസ് കാർഡ്ബോർഡ് എവിടെയാണ് കിട്ടുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ നാട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ ഒഴക്കുളത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ, സാറാസിന്ന്. നമ്മളെടുത്ത് അവർ പൈസ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. പൈസ കൊടുക്കാൻ നോക്കിയപ്പം വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ഈ ഒരു വിധത്തിൽ അതിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് അവർക്ക് ഉള്ളിലേക്ക് കടന്നു പോകാൻ പറ്റിയ വിധത്തിൽ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ സൈസ് കറക്റ്റൊക്കെ ചെയ്തിട്ടാണ് ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് 2 ചിറകുകൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന പോലെയാണ് അതിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വാൽഭാഗം ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഷേപ്പ് വേണ്ട നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണം എന്നുള്ളവർ ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ അങ്ങോട്ട് വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഒത്തിരി ലെങ്ത് ആവും, പിന്നെ നിങ്ങൾക്ക് തന്നെ നല്ല രീതിക്ക് ബോറടിക്കും. അതും ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ കുട്ടികൾക്കായാലും ആർക്കാണ് ഇത് ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർക്ക് കയറി നിൽക്കാൻ പാകത്തിന് അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഒട്ടിച്ചെടുത്തപ്പോഴുള്ള ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് ഭാഗം വരുന്നിടത്ത് ഞാനിതാ വൈറ്റ് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അവിടെ നമുക്ക് വേറൊരായിട്ട് ഒട്ടിക്കാനുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുത്തതാണ്. നിങ്ങൾ പെയിൻ്റ് അടിക്കുന്നില്ല കുഴപ്പമില്ല, ഞാനത് ഫസ്റ്റ് നീല പെയിൻ്റ് അടിക്കാമെന്നാണ് കരുതിയത് വൈറ്റ് അടിച്ചിട്ട്. പക്ഷേ പിന്നെ ഞാനത് പ്ലാൻ മാറ്റി വേറെ സംഭവം ഒട്ടിക്കാന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ചുരുട്ടിയെടുക്കുന്നത് ചാർട്ട് പേപ്പറാണ്. അതിൻ്റെ കൊക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മയിലിൻ്റെ കൊക്കുണ്ടല്ലോ, അത് ഉണ്ടാക്കാനാണ് ഇങ്ങനെ മടക്കി എടുക്കുന്നത്. ഇതുപോലെ ഞാനൊന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആ കൊക്കിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ ആ ചാർട്ട് പേപ്പർ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് നമ്മളെ ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. ഈ ഒരു പേപ്പറിൻ്റെ മേലെയും ഞാൻ ലാസ്റ്റ് വേറെ പേപ്പർ ഒട്ടിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ വഴിയെ കാണാമല്ലോ. അപ്പോൾ അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിത് മയിലിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്ലൂ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ അതിൻ്റെ ചുറ്റിലും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മയിലിൻ്റെ മേലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മയിലിനുള്ള ചിറകുണ്ടല്ലോ, അത് വെട്ടിയെടുക്കാനാണ്. അതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഒരു A4 ഷീറ്റിൽ ആ ഒരു ഭാഗം നമ്മുടെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇതുപോലെ ആക്കി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് A4 ഷീറ്റിൽ ഫസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റിൽ അത് വരച്ചു കൊടുത്തിട്ട് അത് മുറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഫുള്ളായിട്ട് ഞാൻ അതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ കത്രിക ഉണ്ടെങ്കിൽ അതാണ് വളരെ സിമ്പിളായിട്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് എന്താ പറയുക ഫിഷ് കട്ട് ചെയ്യുന്ന കത്രിക എടുത്തിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുണ്ടായത്. കാരണം ഇവിടെ വലിയ കത്രിക വേറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ചിറകുകൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കേണ്ടതാണ് കേട്ടോ ഞാനിപ്പോൾ മുറിച്ചെടുത്തേക്കുന്നത്. അതുപോലെ ഞാൻ പറിച്ച് ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ഇതുണ്ട്. ആ ഒരു ഇത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പശ തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ആ പശക്ക് എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പം അതിൻ്റെ ഇതൊക്കെ ഇളകി ചിലപ്പോൾ താഴെ പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇത് പറിച്ചു കഴിഞ്ഞാലും അതിൻ്റെ മേലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ അടിയിൽ വേറെ നീല കളറിൽ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് വെച്ച് നോക്കുന്നതാണ് കേട്ടോ, ഇത് എവിടെ ഒട്ടിക്കണം. ഇത് പിന്നെ ഒട്ടിച്ചാൽ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും, വളരെ പെട്ടെന്ന് അത് ഇളകി പോരും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് കുഴപ്പമില്ല. ഇനി ഇതല്ലെങ്കിൽ പൊസിഷൻ മാറ്റി നമുക്ക് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറിച്ചെടുത്താൽ മതി.
അപ്പോൾ ഞാനിനി അതിൻ്റെ മേലതാ ഒട്ടിക്കാൻ വേണ്ടിയതാ ആ നീല ഷീറ്റ് ഉണ്ടല്ലോ, മയിലിൻ്റെ കളറിലുള്ള ആ ഒരു ഇത് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ധൻഷു ബേബി അതിൻ്റെ ഇടയ്ക്ക് അതിലോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിത് ഓരോരോ പാർട്സായിട്ട് മുറിച്ചെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഗ്ലിറ്റർ ഇതാ കണ്ടില്ല, ആ ഗ്ലിറ്റർ ഷീറ്റ് അത്രയും ലെങ്ത്തിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഞാനിത് ഓരോരോ ഭാഗത്ത് അത് മുറിച്ചെടുത്തിട്ടാണ് ഞാനത് ഒട്ടിച്ച് കൊടുക്കുന്നത്. രണ്ട് വശത്തും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിതാ ഇതുപോലെ ഒരു പച്ച ഗ്ലിറ്റർ ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മയിൽപ്പീലി ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. ഫെദർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനിതാ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ അവിടെ ഒരു എന്താ പറയുക, അതവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിൻ അവിടെ കുത്തിവെച്ച് കൊടുത്തത്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഭാഗം ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം എന്താ അതിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കട്ട് ചെയ്യുന്നത് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഒരേ കട്ടിങ്ങിൽ അങ്ങനെ ചെയ്യുന്നതല്ല. അത് ഒരു കട്ടിങ് കഴിഞ്ഞു, പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് കണ്ടില്ല. ആ ഒരു പോർഷൻ ഞാനതങ്ങ് കട്ട് ചെയ്തതിന് അടുത്തത് മാറ്റും. കണ്ടില്ല, തറയിൽ വീണ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതാണ് അങ്ങോട്ടേക്ക് മേലെ. അങ്ങനെയാണെങ്കിൽ അതിന് ആ ഒരു വിടവ് ഉണ്ടാവുമല്ലോ, ആ വിടവ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു നല്ല ഭംഗിയിൽ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാ കട്ടിങ്സും കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മേലെ മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ മയിൽപ്പീലീൻ്റെ എന്താ പറയുക ആ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നീല നെക്കിനൊട്ടിച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ ഗ്ലിറ്റർ ഷീറ്റ്, അത് കുറച്ച് ഡാർക്കായിരുന്നെങ്കിൽ ഇത് കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ നമ്മൾ ഇങ്ങനൊരു ഷേപ്പ് വരച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ മയിൽപ്പീലിയുടെ ഇതിലുണ്ടാകുന്ന കുറേ എന്താ പറയുക കുറച്ച് കളറ് ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവങ്ങളുണ്ടല്ലോ പീലിക്കകത്ത് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കാനാണ്, ആ ഒരു എഫക്റ്റ് കിട്ടാനാണ് ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് എല്ലാ ഇതും കട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ. പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരെണ്ണം മാത്രം കട്ട് ചെയ്ത് കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാനിതൊരു 2 എണ്ണമൊക്കെ മടക്കി ഒപ്പരം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. 2ൽ കൂടുതലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ഷേപ്പ് പോകാൻ ചാൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു 2 എണ്ണമൊക്കെ മേലെ വെച്ചിട്ട് നമുക്കിതുപോലെ എടുക്കാം. അപ്പോൾ ആ ഒരു ഐറ്റം ഞാൻ അവിടെ മാറ്റി വെച്ചു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ ഞാനൊരു എന്താ പറയുക ഒരു ഷേപ്പിൽ ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷേപ്പ് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മളത് ഈ ഒരു റോസ് പേപ്പർ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പേപ്പറാണ്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒരുപാട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പീലി ആണല്ലോ, ഫുള്ളായിട്ട് അതിന് പീല് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് ഐറ്റംസ് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്യുന്നത് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ, കാരണം ഒത്തിരി ലെങ്ത് ആയിപ്പോവും. അപ്പോൾ അതങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളതും ഒരു ബ്ലൂ കളറുള്ളതും ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് ഒരു ബ്ലാക്ക് ഗ്ലിറ്റർ ഷീറ്റാണ് ഞാൻ എടുക്കുന്നത്. അതിലിതാ ഈ ഒരു ഷേപ്പിലുള്ളതാണ് ഞാൻ കട്ട് ചെയ്തത്. അതായത് നേരത്തെ നമ്മൾ ബ്ലൂ കട്ട് ചെയ്തല്ലോ, അതിൻ്റെ കുറച്ചും കൂടി ഒരു ചെറിയ ഷേപ്പാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഈ ബ്ലാക്ക് കളറിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ആ ഒരു മയിൽപ്പീലിയുടെ ആ ഒരു ലുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടല്ലോ, അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു റൗണ്ട് ഷേപ്പാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതും ഞാനിവിടെ ഫുള്ളായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ബ്ലൂ, ആ പിങ്ക്, ബ്ലാക്ക്, അതുപോലെ ഗോൾഡൻ ഇത്രയും അധികം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ ആയിട്ട് ഇതൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. ആ ബ്ലൂ പേപ്പറിൽ ഇതൊക്കെയും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ ഈ ഒരു പിങ്ക് പേപ്പർ ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്കാണ് എടുക്കുന്നത്. ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ബ്ലാക്ക് പേപ്പറാണ് ആ മുറിച്ച് വെച്ചതാണ് ഇവിടെ ആ ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ തനിയെ ഒട്ടിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പുറത്ത് ഞാൻ ലാസ്റ്റ് മറ്റേ ഗ്ലൂ തേച്ചിട്ട് ഇത് ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കും കേട്ടോ. കാരണം
അത് പെട്ടെന്ന് ഇളകി പോവാതിരിക്കാനാണ്. ഇനി ഈ ഗോൾഡൻ ഷെയ്ഡിലുള്ളത് ഇതിൻ്റെ മിഡിലായിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മളിത് ലാസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു നേരത്തെ കട്ട് ചെയ്ത് വെച്ച മയിൽപ്പീലി ഉണ്ടല്ലോ അതിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയാണ് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഇതിൽ വരുന്ന വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ വെച്ചിട്ടും കൂടെ അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോരത്തില്ല. ഇതിൻ്റെ മാത്രം പശയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അത് കുറേ അധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിലും കൂടുതലുണ്ട്. കുറേ അധികം നമുക്ക് ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ പീലി ഉണ്ടാക്കിയത് ഞാനൊരു 45 ഷീറ്റിലെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. അത്രയും അധികം ഞാനത് കട്ട് ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ഞാനിതുപോലെ നീല ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേയൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പിന്നെ കൊക്കിന് നമ്മൾ നേരത്തെ വൈറ്റ് പേപ്പർ ഒട്ടിച്ചതിൻ്റെ മേലെ ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഗ്രീൻ കളറിൽ. പിന്നെ കണ്ണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മയിലിൻ്റെ തലയിലുണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടും ഇതുപോലെ ഈർക്കിളാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്ലിറ്റർ ഷീറ്റ് വെച്ച് അപ്പുറം ഇപ്പുറം ഒട്ടിച്ചു കൊടുത്തു. ഇത് തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കണ്ണുകൾ വരച്ച് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ കുറേ ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് ഞാനത് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ ഓല ഉണ്ടല്ലോ, തെങ്ങിൻ്റെ ഓല, അതിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിധത്തിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കണ്ടേ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചോളും. ഇനി നമുക്കതിൻ്റെ തലയിൽ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി ഞാനിതാ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനിത് കുറേ ദിവസം എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഒറ്റയടിക്ക് ഇരുന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തതല്ല. കുറേ ദിവസത്തിൽ ഒരു 3-4-5 ദിവസം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. നമുക്ക് കിട്ടുന്ന സമയം വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനി ആ ഗോൾഡൻ ഒട്ടിച്ചതിൻ്റെ മേലെ ഞാൻ ഇതുപോലെ അതേ ഷേപ്പിൽ മുറിച്ചിട്ട് ഡാർക്ക് നീലയും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു ലുക്കിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇതിൻ്റെ എന്താ പറയുക തൂവൽ, അതായത് മയിൽപ്പീലിയൊക്കെ ഒട്ടിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് മെനക്കെടാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ നീല പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലത്തെ കാർഡ്ബോർഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നീല പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ബ്രഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ ബ്രഷ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ആ കോട്ടൺ പഞ്ഞി ഉണ്ടെങ്കിൽ അത് വെച്ച് പെയിൻറ്റ് എന്താ പറയുക ഒന്ന് മുക്കി ഇതാക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് പെയിൻ്റ് അടി കഴിയും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു പോകുന്നുണ്ടായിരുന്നു കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പീലി ഒട്ടിക്കുന്നത് ഞാൻ കാര്യമായിട്ട് മറന്നു പോയത് ഒരു സംഭവമായിരുന്നു. മെയിനായിട്ട് കാണിക്കേണ്ട ഒരു ഐറ്റം ആയിരുന്നു, പക്ഷെ അത് മറന്നുപോയി ഗൈസ്. പിന്നെ അത് ലാസ്റ്റ് ഒരു പീസ് ഒട്ടിക്കാൻ ഉണ്ടായപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള നമ്മൾ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ബബിൾസ് ഉണ്ടല്ലോ, അത് വെച്ചതിന് ശേഷം ഞാനിനി ഇതിൻ്റെ മയിലിൻ്റെ മേൽഭാഗത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അതിന് ഞാൻ പച്ച നിറത്തിൽ പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കും കേട്ടോ ലാസ്റ്റിൽ. അതുപോലെ ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചാൽ മാത്രം പോരാ, വളരെ പെട്ടെന്ന് അത് ഊരിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഈ പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ, നീല പെയിൻറ്റ്. പിന്നെ ആ ഒരു ഈർക്കിളിൻ്റെ മേലെ ഞാൻ പച്ച പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. കണ്ടില്ല, ഇതുപോലെ പച്ച പെയിൻറ്റും അതിൻ്റെ മേൽഭാഗത്ത് വരുന്നിടത്ത് നീലയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ണുകൾ ചെയ്യുന്നതും അതിൻ്റെ ഫെദർ ഒട്ടിക്കുന്നതും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഈ ഒരു ഷേപ്പിൽ ഞങ്ങൾ ഫെദർ ഫുള്ളായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞാനത് എങ്ങനെയാണത് മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ധൻഷു ബേബി അത് ഇട്ടിട്ടാണുള്ളത്. ആ ഒരു മയിലിനെ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അത് അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ കണ്ടപ്പോൾ അച്ഛനെയും വീട്ടിലുള്ളവരും എല്ലാവരെയും കാണിക്കുന്ന തിരക്കിലാണ് കേട്ടോ. കണ്ടില്ലേ, ശരിക്കൊരു മയിൽ പോകുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. എവിടെയൊക്കെയോ സീന ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോയിലൊന്നും ഉണ്ടല്ലോ ആ മയിലിൻ്റെ ഒരു കറക്റ്റ് കളർ കിട്ടുന്നില്ല കേട്ടോ ഫോണിൽ. പിന്നെ നല്ലൊരു കളറായിരുന്നു അത്, പക്ഷേ ആ ഫോണിൽ അങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു തിളക്കവും ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കളർ നമുക്ക് മനസ്സിലാവും. ഇതിൽ നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ അതിന്. അപ്പോൾ ഗൈസ്, കാർഡ്ബോർഡ് അതുപോലെ ഗ്ലിറ്റർ ഷീറ്റും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു മയിലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും രേഖപ്പെടുത്താം.
പിന്നെ ഇതുപോലുള്ള കോമ്പറ്റീഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിന് പ്രൈസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. തൻഷു ബേബിക്ക് കിട്ടിയ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹമുള്ളത് തീർച്ചയായും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ കാണാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഫാമിലീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇപ്പുറത്ത് തന്നെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. ഹൈപ്പും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.